ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. പ്ലാന്റ്സ് എൻ്റേതല്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ കാണിക്കുന്ന പ്ലാന്റ്സാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. പെറ്റൂണിയാണ് കേട്ടോ. പെറ്റൂണിയുടെ നാടൻ വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ പ്ലാന്റ് സൈസും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. നമ്പർ ഞാൻ കൊടുത്തേക്കാം. ആർക്കെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയേ. ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ പെറ്റൂണിയ നല്ല ഭംഗിയായിട്ട് തന്നെ പൂക്കുന്ന ഒരു സമയമാണ് കേട്ടോ. മഴക്കാലത്ത് പെറ്റൂണിയ കുറച്ച് ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് ചീച്ചിലൊക്കെ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഷെയ്ഡിലെടുത്ത് വയ്ക്കണം. പക്ഷേ ഈ വെയിലുള്ള സീസണിൽ നല്ല രീതിയിൽ പ്ലാന്റ് വളരുകയും അതുപോലെ തന്നെ ഒരുപാട് പൂക്കൾ തരികയും ചെയ്യും. നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് നല്ല വെയിലത്ത് തന്നെ വയ്ക്കാം. പിന്നെ നാടൻ വെറൈറ്റീസ് ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ കീടശല്യമോ അങ്ങനെയൊന്നും വരുന്നില്ല കേട്ടോ. ഇതെല്ലാം നാടൻ വെറൈറ്റീസാണ്. കണ്ടില്ലേ, ഈ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ തന്നെ എന്ത് ഭംഗിയാണ്. നമ്മുടെ ഗാർഡനൊക്കെ നല്ല ഭംഗിയായിട്ട് പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കാൻ ഈ ഒരു പെറ്റൂണിയ മാത്രം മതി. അപ്പോൾ നിറഞ്ഞു പൂക്കാനായിട്ട് നമുക്കിതിന് NPKയോ അങ്ങനെയൊക്കെ ഉള്ള വളങ്ങളൊക്കെ കൊടുക്കാവേ. അതിപ്പോൾ അങ്ങനെ അധികം കൊടുക്കണമെന്നൊന്നുമില്ല. ചാണകത്തിൻ്റെ തെളിയൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫ്ലവറാകും. പെറ്റൂണിയ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് അധികം കൊടുത്തില്ലെങ്കിലും നമുക്ക് ഒത്തിരി പൂക്കൾ തരും. നല്ല വെയിലത്ത് വെച്ചാൽ മാത്രം മതിയേ. പിന്നെ അതുപോലെ തന്നെ നമ്മളിതിന് വാട്ടറിങ്ങിൻ്റെ കാര്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. വാട്ടറിൻ്റെ കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് ഒരുപാട് കാലം നല്ല രീതിയിൽ തന്നെ നിൽക്കുമേ. വെള്ളം കൂടിപ്പോയാലാണ് ഇതിന് പെട്ടെന്ന് ചീച്ചിലൊക്കെ വരുന്നത്. വെള്ളം നമുക്ക് അറിയാമല്ലോ, മണ്ണ് നല്ല രീതിയിൽ ഡ്രൈ ആവുന്ന സമയത്ത് മാത്രം നമ്മളിതിന് വെള്ളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല സൺലൈറ്റുള്ള സ്ഥലത്ത് തന്നെ നമുക്കിത് വയ്ക്കാം. അപ്പോൾ ഈ വെയിലൊക്കെ അടിക്കുന്ന സമയത്ത് ചെറിയൊരു വാട്ടം പോലെയൊക്കെ നമുക്ക് തോന്നും. ആ സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ആ വെയിലൊന്ന് മാറിക്കഴിയുമ്പോൾ പ്ലാന്റ് നല്ലതുപോലെ പഴയതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല രീതിയിൽ വന്നോളൂ. ഈ പ്ലാന്റൊക്കെ നല്ല വെയിലത്ത് തന്നെ ഇരിക്കുന്ന പ്ലാന്റാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ ആ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാന്റ്സ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. വാട്സപ്പ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം കോൾ ചിലപ്പോൾ എപ്പോഴും എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് കേട്ടോ വാട്സപ്പ് ചെയ്യാൻ പറയുന്നത്. പിന്നെ DTDC കൊറിയർ വഴിയാണ് പ്ലാന്റ്സ് അയക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ സൈസൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ. അതല്ലേ. അപ്പോൾ അതിൻ്റെ ഫ്ലവർ പീക്കാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ കയ്യിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്നൊരു പ്ലാന്റ് ഉണ്ടല്ലോ, ആ ഒരു പ്ലാന്റാണിത്. നാടൻ വെറൈറ്റിയിൽ വരുന്നൊരു പിങ്ക് കളർ ഉണ്ടല്ലോ, ആ ഒരു പ്ലാന്റാണേ. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ്സാണ് സെയിലിനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ പ്ലാന്റ് സൈസൊക്കെ ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതുപോലെ ഗ്ലാസ്സിൽ പിടിപ്പിച്ച അത്യാവശ്യം വലുപ്പമുള്ള നല്ല പ്ലാന്റാണ് കേട്ടോ അയച്ചു തരുന്നത്. ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. ഇത് ഗ്ലാസ്സിൽ പിടിപ്പിച്ചതാണേ. അപ്പോൾ നല്ല രീതിയിൽ റൂട്ടൊക്കെ വന്ന് ഏകദേശം ഫ്ലവറൊക്കെ ആകാറായ പ്ലാന്റ്സാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ നല്ല രീതിയിൽ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ DTDC കൊറിയർ വഴിയാണ് പ്ലാന്റ്സ് അയക്കുന്നത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഗാർഡനോ അതുപോലെ ഗാർഡനിലുള്ള ചെടികൾ സെയിൽ ചെയ്യാനായിട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിലല്ല എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.